നിവാസികളായ ഞങ്ങളെ സൃഷ്ടിച്ച പ്രിയപ്പെട്ടവർക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. നാരകക്കാനം മലങ്കര ക്രിസ്ത്യൻ ചർച്ചിന്റെ ആഭിമുഖ്യത്തിലാണ് ഇവിടെ ഈ ക്രമീകരണങ്ങൾ ചെയ്ത് ഈ മീറ്റിംഗ് ക്രമീകരിച്ചത്. നിങ്ങൾക്ക് ദേശനിവാസികൾ നിങ്ങൾക്ക് ഓരോരുത്തർക്ക് വേണ്ടി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിച്ച് ഈ കൂടിവരവ് അവസാനിപ്പിക്കുന്നു. തുടർന്ന് രാത്രി 7 മണി മുതൽ 10 മണി വരെയുള്ള സമയത്ത് നാരകക്കാനം മലങ്കര ക്രിസ്ത്യൻ ചർച്ചിൽ വെച്ച് ദേശത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഞങ്ങൾ ഒരുമിച്ച് കൂടി വരുന്നു. ദേശം വിടുവിക്കപ്പെടണം, ആയതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി തന്നെ മക്കൾ ഒരുമിച്ച് കൂടുന്നു. ഇപ്പോൾ ഈ ദേശത്തിനും ദേശനിവാസികൾക്കും വേണ്ടി ഞങ്ങൾ ഒരു വാക്ക് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പരിശുദ്ധ പിതാവേ, സ്വർഗീയ നല്ല രാജാവേ, ഈ പ്രിയ ദേശത്തോട് ദൈവത്തിന്റെ ജീവന്റെ വചനം വിളിച്ചറിയിപ്പാൻ ദൈവത്തിന്റെ ഭൃത്യന്മാരെ ഉപയോഗിച്ച ദൈവത്തിന്റെ സ്നേഹത്തിനായിട്ട് സ്തോത്രം. മദ്യത്തിൽ നിന്നും മയക്കുമരുന്നുകളിൽ നിന്നും കുത്തഴിഞ്ഞ ജീവിത വ്യവസ്ഥകളിൽ നിന്നും വിടിവിക്കപ്പെട്ട് ദൈവിക സന്തോഷവും ദൈവിക സമാധാനവും അനുഭവിപ്പാൻ തക്കവണ്ണം ഈ പ്രിയ ദേശത്തിന് ഞങ്ങളെ കേട്ട ദേശനിവാസികളായ പ്രിയപ്പെട്ടവർക്കും ദൈവകൃപ പകരുവാൻ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രശ്നം പാപം ഒന്നാണ് എന്ന് ഞങ്ങളെ കൽപ്പിച്ചതുകൊണ്ട് സ്തോത്രം. പാപത്തിൽ ജീവിക്കുന്ന പ്രിയപ്പെട്ടവർ പാപത്തിന്റെ ബന്ധന കയറുകളിൽ നിന്ന് വിടുവിക്കപ്പെട്ട് സാക്ഷാത്തായ സന്തോഷവും സാക്ഷാത്തായ സമാധാനവും അനുഭവിപ്പാൻ ദൈവകൃപ പകരപ്പെടേണ്ടതിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മദ്യത്തിലും മയക്കുമരുന്നിലും കുടുങ്ങിപ്പോയ പ്രിയപ്പെട്ടവർ വിടുവിക്കപ്പെട്ട് സത്യത്താലുള്ള സ്വാതന്ത്ര്യം, സത്യദൈവമായ യേശുക്രിസ്തുവിനാലുള്ള സ്വാതന്ത്ര്യം അനുഭവിപ്പാൻ അവർക്ക് കൃപ ലഭിക്കട്ടെ. അതൊരു മതത്തിന് കൊടുക്കാൻ കഴിയത്തില്ല, ഒരു നല്ല രാഷ്ട്രീയ സംഘടനകൾക്ക് കൊടുക്കാൻ കഴിയത്തില്ല. അത് യേശുക്രിസ്തുവിന് മാത്രമേ കൊടുക്കാൻ കഴിയൂ എന്നുള്ളത് കൊണ്ട് കർത്താവിന്റെ സ്നേഹം ഈ പ്രിയപ്പെട്ടവരെ തേടി ചെല്ലുവാൻ, ഉള്ളിൽ ആശ്വാസവും സമാധാനവും അനുഭവിപ്പാൻ കൃപ നൽകുവാൻ പ്രാർത്ഥിക്കുന്നു. സമാധാനമില്ലാതെ ഏതെങ്കിലും വ്യക്തികൾ ഞങ്ങളെ കേട്ടെങ്കിൽ ആ പ്രിയപ്പെട്ടവരുടെ ഉള്ളിൽ എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, അത് ലോകം തരുന്ന പോലെ അല്ല എന്നരുളി ചെയ്ത കർത്താവിന്റെ ശാശ്വതമായ സമാധാനം തന്റെ മക്കൾക്ക് പകരപ്പെടുവാനിടയായി തീരണം. മാത്രമല്ല ഒരു നിത്യതയുണ്ട് എന്ന് ഞങ്ങളെ ഓർപ്പിച്ചു. ആ നിത്യതയ്ക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യണം എന്ന് അന്വേഷിക്കാനും തിരുവചനം പരിശോധിക്കുവാനും തീരുമാനങ്ങൾ ചെയ്യുവാനും ദൈവാത്മാവിനാൽ പുതുസൃഷ്ടിയായി തീരുവാനും കൃപ പകരേണ്ടതിന് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തിരുമേനി മഹത്വമെടുത്താട്ടെ. ഈ ദേശത്തെ യേശുക്രിസ്തുവിൻ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവിക സന്തോഷവും സമാധാനവും ദേശത്ത് വ്യാപരിക്കട്ടെ. മഹത്വം കർത്താവിന്. ക്രിസ്തുയേശുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ അടിയങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കണം പരിശുദ്ധ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ.